നീ എന്തിനാ സനൂഷെ അവളെ നോക്കുന്നത്? അവളല്ലല്ലോ ഒന്നും ചെയ്തത്. നിന്റെ ഭർത്താവ് തന്നെയല്ലേ അവൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കാൻ ചെന്നത്. ശാന്തി അവളെ നോക്കി പറഞ്ഞു. എല്ലാത്തിനും കാരണം എൻ്റെ ഏട്ടൻ ഇതുവരെ ആരുടെയും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എന്നാൽ ഇവളോടങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവൾ എൻ്റെ ഏട്ടനെ കൈയും കണ്ണും കാണിച്ച് മയക്കിയെടുത്തതുകൊണ്ടായിരിക്കും. സനൂഷ അവളെ ഒന്ന് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ ഞെട്ടിപ്പോയി. കണ്ണുകളൊക്കെ നിറച്ച് സനൂഷയുടെ മുഖത്തേക്ക് നോക്കി. കേട്ടുനിന്ന എല്ലാവർക്കും സനൂഷയുടെ അമർഷം തോന്നി. മതി സനൂഷെ, ഇവൻ ചെയ്ത തെറ്റിന് അവളെ പഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കാതെ നിന്റെ ഭർത്താവിനോട് ചോദിക്ക് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. മോൾ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കൂടുതൽ അവളെ കുറ്റപ്പെടുത്താതെ നീ നിന്റെ ഭർത്താവിനെയും മക്കളെയും വിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ നിന്നെ കെട്ടിച്ചയച്ച വീട്ടിലേക്ക് പോകണം. ഉത്സവത്തിൻ്റെ തലേന്ന് വന്നാൽ മതി. അല്ലെങ്കിലും ഇനി അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. കൊടിയേറ്റ് കണ്ടല്ലോ. ഇതിനിടയിൽ അമ്പലത്തിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും അതൊക്കെ രാത്രിയിലാണ്. അത് നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് രാത്രിയിൽ അമ്പലത്തിലേക്ക് വന്നാൽ മതി. മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞു. അപ്പം മുത്തശ്ശി ഇന്നലെ കയറി വന്ന ഇവൾക്ക് വേണ്ടി എന്നെയും എൻ്റെ മക്കളെയും ഈ തറവാട്ടിൽ നിന്നും ഇറക്കിവിടാൻ നോക്കുകയാണല്ലേ? അവൾ സങ്കടത്തോടെ മുത്തശ്ശിയോട് ചോദിച്ചു. അവളങ്ങനെ ചോദിക്കുന്നത് കേട്ട് ഷീതു അവളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ കയറി വന്നതാണെങ്കിലും നിനക്കും അവൾക്കും ഒരേ അവകാശം തന്നെയായി വീട്ടിലുള്ളത്. ഇത്രയും വർഷം ഇവിടെ വളർന്ന നിനക്കും ഇപ്പോൾ കയറി വന്ന അവൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ വീടും ഈ വീട്ടിലുള്ളവരും. മുത്തശ്ശി വീണ്ടും അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും സനൂഷ ദേഷ്യത്തോടെയും അമർഷത്തോടെയും ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നത്. സൗണ്ട് കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. ഷീതുവും അങ്ങോട്ടേക്ക് നോക്കി. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുകയാണ് ദേവൻ. ഒപ്പം അവരുടെ ആമ്പിള്ളേരുണ്ട്. അച്ഛാ! സങ്കടം സഹിക്കാൻ വയ്യാതെ ദേവനെ കണ്ടതും ഒരൊറ്റ ഓട്ടമായിരുന്നു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചു. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ ദേവൻ ഞെട്ടിപ്പോയി. തൻ്റെ മകൾക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്നുള്ള ആവലാതി അയാൾക്ക് തോന്നി. മോളെ, എന്താ മോളെ പറ്റിയത്? എന്തിനു നീ കരയുന്നേ? അയാൾ ആവലാതിയോടുകൂടി അവളോട് ചോദിച്ചു. അച്ഛാ! അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. എന്താ എൻ്റെ കുഞ്ഞിനെ പറ്റിയത്? എന്തിനു കരയുന്നേ? ആരെങ്കിലും മോളെ എന്തേലും പറഞ്ഞ് വേദനിപ്പിച്ചോ? അയാൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ദേവ, നീ അകത്തേക്ക് കയറി വാ. പെട്ടെന്ന് മുത്തശ്ശി അയാളെ നോക്കി പറഞ്ഞു. അയാൾ സംശയത്തോടെ ഹാളിൽ ഉണ്ടായിരുന്നവരെ നോക്കി. ശേഷം തൻ്റെ മകളെയും കൂട്ടി അയാൾ ഹാളിലേക്ക് ചെന്നു. എന്താ അമ്മേ, എന്താ സംഭവിച്ചത്? എൻ്റെ കുട്ടി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നേ? അയാൾ അവരെ നോക്കി ചോദിച്ചു. നന്ദയാണ് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ അയാളോട് പറഞ്ഞത്. നന്ദ അത് പറയുന്നത് കേട്ടതും അയാൾക്കും കൂടെ വന്ന സനോജിനും ബാക്കിയുള്ള 2 ആമ്പിള്ളേർക്കും റിനോഷിനോട് ദേഷ്യം തോന്നി. 3 പേരും ദേഷ്യത്തോടെ അവനെ നോക്കി. സനൂഷേ, എന്താ ഇതൊക്കെ? എന്നു മുതലാണ് നിന്റെ ഭർത്താവിന് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ തുടങ്ങിയത്? അയാൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി ചോദിച്ചു. ദേവച്ച, എനിക്കറിയില്ല. പിന്നെ എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ കണ്ണടച്ചൊന്നും വിശ്വസിക്കണ്ട. ചിലപ്പോൾ എന്നെയും എൻ്റെ ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിലോ? അവൾ ഷീതുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. മതി ചേച്ചി, ഇയാൾ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ ചേച്ചി ഇനി ശ്രമിക്കണ്ട. ഷീതു ചേച്ചി മാത്രമാണത് കണ്ടിരുന്നെങ്കിൽ ഓക്കെ. ചേച്ചി ഇയാളുടെ കൈ മാത്രമാണ് കണ്ടത്. അത് കണ്ടിട്ടാണ് ചേച്ചി പേടിച്ചത്. ഇയാളാണെന്ന് വ്യക്തമായിട്ട് മുഖം കണ്ടത് ഞാനാ. നന്ദ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇനി എന്തിനാ ഇവരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോകാം. അത്രയും കേട്ടതും സനൂഷ അവളുടെ ഭർത്താവിനെ നോക്കി പറഞ്ഞു. പിന്നെ റൂമിൽ പോയി അവരുടെ സാധനവും എടുത്ത് ആരോടും യാത്രയൊന്നും പറയാൻ നിൽക്കാതെ അവൾ അവിടെ നിന്നും കാറിൽ കയറിപ്പോയി. ആരും തന്നെ അവളെ എതിർക്കാൻ നിന്നില്ല. അച്ഛാ, ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം. അവൾ ബാക്കി പറയുന്നതിന് മുൻപേ തന്നെ ദേവൻ കൈകൊണ്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. എൻ്റെ മോള് കാരണം അല്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട. അതുകൊണ്ടല്ലേ അവർ ഇറങ്ങിപ്പോയപ്പോൾ ഇവിടെ ആരും എതിർക്കാഞ്ഞത്. ദേവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അല്ലെങ്കിലും ഇതിവിടെ പതിവാ. ഏതൊരു നല്ല കാര്യം ഇവിടെ ഉണ്ടായാലും സനൂഷ ചേച്ചി ഇതുപോലെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോകും. നാണോ ഇല്ലാതെ പിന്നെയും കയറി വരും. അല്ലാതെ ചേച്ചി വന്നതുകൊണ്ട് ആദ്യമായിട്ടുണ്ടാകുന്ന പ്രശ്നമൊന്നും അല്ല ഇത്. നന്ദ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷീതു വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വാ ചേച്ചി. അവൾ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. മോൾ അവരുടെ കൂടെ ചെല്ല്. മറ്റൊന്നിനെയും പറ്റി ആലോചിക്കേണ്ട. അയാൾ അവളുടെ നെറുകയിലൊന്ന് തലോടി പറഞ്ഞതും അവൾ തലയാട്ടി. ശേഷം പെൺപിള്ളേരെയും കൂട്ടി നന്ദയുടെ റൂമിലേക്ക് നടന്നു. നന്ദയുടെ മുറിയിലിരിക്കുകയാണ് അവരെല്ലാവരും. എൻ്റെ ചേച്ചി, ഇങ്ങനെ സങ്കടപ്പെടാതെ കുറച്ച് സന്തോഷമായിട്ടിരിക്കുക. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കാൻ ഞങ്ങളില്ലേ? വീണ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു.
എന്നാലും മോളെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ കാരണം അവൾ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയപ്പോൾ എനിക്കിത് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. അവൾ വിഷമത്തോടെ തൻ്റെ അനിയത്തിമാരുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിക്ക് ഒരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല, അത് അവർ തന്നെ വരുത്തി വെച്ചതാ. സനൂഷ ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിയല്ലല്ലോ അയാളെ വിളിച്ച് ബാത്റൂമിലേക്ക് കയറ്റിയത്. അയാൾക്ക് നിലത്തങ്ങ് നിൽക്കാൻ വയ്യാതെ അതിന് മണ്ടയ്ക്ക് വലിഞ്ഞു കയറിയതല്ലേ. അവൾ പറയുന്നത് കേട്ടതും അവരെല്ലാവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഇതിപ്പോൾ ചേച്ചി കണ്ടതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു. ഒരുപക്ഷെ കണ്ടില്ലായിരുന്നുവെങ്കിലോ, ചേച്ചി കുളിക്കുന്ന വീഡിയോ എടുത്ത് അയാൾ ഫോണിൽ പകർത്തിയിരുന്നെങ്കിലോ, അതെങ്ങനെയെങ്കിലും മിസ്സായി പോയിരുന്നെങ്കിലോ, അതിനെപ്പറ്റിയൊക്കെ ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെയല്ലേ ഓരോ വീഡിയോസ് ലീക്കാകുന്നത്. ഞാൻ പറയുന്നത് ഇവൾ ചെയ്തത് തന്നെയാണ് ശരി. ഇനി അയാൾ മറ്റൊരാളോട് അങ്ങനെ കാണിക്കുമ്പോൾ എന്തായാലും ഇന്ന് ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കും. ആര് പറയുന്നത് കേട്ടതും അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. ചേച്ചി, ഇനി അയാൾ നമ്മളൊക്കെ കുളിക്കുന്ന വീഡിയോ ഇങ്ങനെ പകർത്തിയിട്ടുണ്ടെങ്കിലോ? വീണ അവൾക്ക് തോന്നിയ സംശയം ബാക്കിയുള്ളവരോട് ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാ അന്ന് അയാളുടെ അവസാനമായിരിക്കും. നന്ദ ദേഷ്യത്തോടെ പറഞ്ഞു. ചേച്ചി, ഇതെന്തായാലും ഇനി ചേട്ടനോടൊന്നും പറയാൻ നിൽക്കണ്ട. അവരൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും കൊണ്ടുപോകും. ചിലപ്പോൾ ഉത്സവത്തിന് പോലും വിടില്ല. അതുകൊണ്ട് ഈ നടന്ന സംഭവങ്ങളൊന്നും ചാർലി ചേട്ടനോട് പറയേണ്ട കേട്ടോ. ആര്യ പെട്ടെന്ന് പറയുന്നത് കേട്ടതും അവർക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു. ഇനി ഞങ്ങളുടെ ചേച്ചിക്കുട്ടി ഒന്ന് ചിരിച്ചേ. നന്ദ അവളെ നോക്കി പറഞ്ഞതും ഷീതു ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അത് കണ്ട നന്ദ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് കപട ദേഷ്യത്തോടെ അവളെ നോക്കി. പിന്നെ അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങി. ഏയ് നന്ദേ! ഷീതു ചിരിച്ചു. ആ, ഇങ്ങനെ തന്നെ. അതും പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അവളെ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്നു. ഷീതു പൊട്ടിച്ചിരിച്ചു. അത് കണ്ട പെൺപിള്ളേർക്ക് സന്തോഷമായി. അവിടെ നിന്നും ഷീതു നേരെ അവളുടെ മുറിയിലേക്കാണ് പോയത്. ശേഷം ഫോൺ എടുത്ത് ചാർലിയെ വിളിച്ചു. ഷീതു അവളുടെ വിളി കാത്തിരുന്നത് പോലെ അവൻ ഒറ്റ ബെല്ലടിച്ചപ്പോൾ തന്നെ കോൾ എടുത്തിരുന്നു. ഫോണിൽ എന്തായിരുന്നു പരിപാടി മാഷേ? ഒറ്റക്കോളിൽ തന്നെ അവൻ ഫോൺ എടുത്തതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ നിന്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പെണ്ണെ, അല്ലാതെ ഞാൻ ഫോണിൽ എന്ത് ചെയ്യാനാ? അവനും തിരികെ മറുപടി പറഞ്ഞു. എവിടെ മോള്? അവൾ സംശയത്തോടെ ചോദിച്ചു. അവൾ ഇപ്പോൾ റയാൻ്റെ ഒപ്പം പുറത്തേക്ക് പോയതേ ഉള്ളൂ. വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അവൻ പോകാൻ ഇറങ്ങിയപ്പോൾ അവൾക്കും കൂടെ പോകണമെന്ന് വാശി പിടിച്ചു. പിന്നെ അവൻ എടുത്തുകൊണ്ട് പോയി. ചാർലി ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. അവൾ എന്നെപ്പറ്റി അന്വേഷിക്കാറുണ്ടോ ഇച്ചായ? ഷീതു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഓ, ഞങ്ങളെയൊക്കെ വിട്ടിട്ട് അവിടെ പോയി നിൽക്കുമല്ലേ നീ? എന്നിട്ട് എന്തിനാ അന്വേഷിക്കുന്ന കാര്യമൊക്കെ ചോദിക്കുന്നത്? അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ കുറുമ്പോടെ പറഞ്ഞു. ഇച്ച, ദേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇച്ചായൻ തന്നെയല്ലേ 10 ദിവസം ഞാൻ അച്ഛൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിന്നോളാൻ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഇച്ചായനോട്? അവൾ പരിഭവത്തോടെ അവനോട് ചോദിച്ചു. എൻ്റെ പെണ്ണെ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ സ്വാതന്ത്ര്യത്തോടെ അവിടെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഞങ്ങൾ നിൻ്റെ ഒപ്പം വന്ന് നിൽക്കാത്തത്? നിങ്ങൾ അച്ഛനും മോൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും സമയം ചിലവഴിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? നീ അതെന്നോട് പറഞ്ഞില്ലെങ്കിലും നിൻ്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇത്രയും വർഷം നീ കാത്തിരുന്നതല്ലേ നിൻ്റെ മുൻപിൽ നിന്നുള്ളത്. അവൻ പറയുന്നത് കേട്ടതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. നിനക്കവിടെ സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ? നീ ഹാപ്പി ആയിട്ട് തന്നെയല്ലേ അവിടെ നിൽക്കുന്നത്? സംസാരിക്കുന്നതിനിടയിൽ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിൽ കൂടി വിഷ്ണുവിൻ്റെ മുഖവും ഇന്ന് റിനോഷ് അവളോട് കാണിച്ചതും തറവാട്ടിൽ നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി ഒന്ന് മിന്നിമാഞ്ഞു. അവൾ മറുപടി ഒന്നും തന്നെ പറയാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീതു അവളുടെ അനക്കമൊന്നും കേൾക്കാഞ്ഞതും അവൻ വീണ്ടും വിളിച്ചു. ആ ആ അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. നീ കുറിച്ചത് കേട്ടില്ലേ? ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുക, നിനക്കിവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാവരും നിന്നോട് സ്നേഹത്തോടെ തന്നെയല്ലേ നിൽക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. അതേ ചായ, എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമാണ്. ഇവിടെ എനിക്ക് വിഷമങ്ങളൊന്നുമില്ല. ഇച്ചായനും മോളും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അവളും തിരികെ പറഞ്ഞു. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂടി. ഉത്സവത്തിൻ്റെ തലേദിവസം ഞങ്ങളവിടെ ഉണ്ടാകും. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് വല്ലാത്തൊരു ധൈര്യം പോലെ തോന്നി. ശരി, എങ്കിൽ പിന്നെ നീ അവരുടെയൊക്കെ കൂടെ പോയിരിക്കുക, ഞാൻ പിന്നെ വിളിക്കാം. അവൻ പറഞ്ഞതും അത് കേട്ട് അവളൊന്ന് മൂളി. മിസ് യു പെണ്ണെ. ഫോൺ വെക്കുന്നതിന് മുൻപേ അവൻ അവളോട് പറഞ്ഞു. എനിക്ക് വെച്ചാനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. വൈകിട്ട് നന്ദയും ഷീതുവും കൂടിയാണ് അവളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോയത്. തറവാട്ടിൽ നിന്നും കുറച്ച് നടന്നു വേണമായിരുന്നു അവിടേക്ക് പോകാൻ. സനൂഷയുടെ കാര്യവും മറ്റും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോഴാണ് വലിയ സൗണ്ടോട് കൂടി ഒരു ബുള്ളറ്റ് അവർ പോകുന്ന ദിശയിൽ തന്നെ വരുന്നത് കേട്ടത്. അത് കേട്ടതും അവർ രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഹെൽമറ്റ് ഒന്നും വെക്കാതെ ബുള്ളറ്റിൽ വരികയാണ് വിഷ്ണു. അവനെ കണ്ടതും ഷീതുവിന് വല്ലാത്ത പേടി തോന്നി. എന്നാൽ നന്ദ അതൊന്നും കൂസാതെ നടക്കുകയാണ്. വണ്ടി അവരുടെ അടുത്തേക്ക് എത്തിയതും ഷീതു പേടികൊണ്ട് പെട്ടെന്ന് നന്ദയുടെ കയ്യിൽ അമർത്തി പിടിച്ചിട്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. എന്നാൽ അവൻ അവരെ ശ്രദ്ധിക്കാതെ അവരെ കടന്നു പോയിരുന്നു.
എന്താ ചേച്ചി എന്തിനിങ്ങനെ പേടിക്കുന്നേ? അയാൾ നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മുടെ തറവാട്ടിൽ കയറി അയാൾ കളിക്കില്ല. അങ്ങനെയുണ്ടായ അയാളുടെ ഗതി അധോഗതിയായിരിക്കും. അതുകൊണ്ട് ചേച്ചി അയാളെ കണ്ട് പേടിക്കണ്ട. ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ഒരുവിധം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ചേച്ചി ഞങ്ങളുടെ ദേവസ്വൻ്റെ മോളാണെന്ന്. അതുകൊണ്ട് ഇനി ഞങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ചേച്ചിയോടും ഉണ്ടാകും. അവൾ പറയുന്നത് കേട്ട് ഷീതു അവളുടെ മുഖത്തേക്ക് നോക്കി. പേടിക്കാതെ വാ, നന്ദ പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് നടന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ സ്റ്റിച്ച് ചെയ്യുന്ന വീട്ടിലെത്തി. ചേച്ചി ഞങ്ങൾക്ക് തയ്ച്ച അതേ മോഡലിൽ വേണം ഈ മെറ്റീരിയലും തയ്ക്കാൻ, നന്ദ തയ്ക്കുന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞു. അളവിന് തുണി കൊണ്ടുവന്നിട്ടുണ്ടോ? അവർ ഒരു പുഞ്ചിരിയോടെ തിരികെ ചോദിച്ചു. ഇല്ല, ചേച്ചി അളവെടുത്ത് തയ്ച്ചോ? ഷീതുവാണ് അവരെ നോക്കി മറുപടി പറഞ്ഞത്. അല്ല ചേച്ചി, നമ്മുടെ കുട്ടിക്കുറുമ്പൻ എവിടെ? ഷീതുവിനെ അളവെടുത്തുകൊണ്ട് നിന്നതും നന്ദ തയ്ക്കുന്ന പെൺകുട്ടിയെ നോക്കി ചോദിച്ചു. അവൻ അകത്തെവിടെയുണ്ട്, ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ പോയി അവനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അപ്പോഴേക്കും ചേച്ചി ഷീതു ചേച്ചിയുടെ അളവെടുക്ക്, നന്ദ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. അല്ല, അവൾ ആരെ തിരക്കിയാ പോയത്? അവൾ അകത്തേക്ക് കയറിപ്പോയതും ഷീതു അളവെടുത്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ നോക്കി ചോദിച്ചു. എൻ്റെ മോനെയാ, അവന് നന്ദയോട് വലിയ കാര്യമാണ്. നന്ദയ്ക്ക് തിരികെയും അവർ ഷീതുവിനോട് മറുപടി പറഞ്ഞു. അവൾ എല്ലാവരോടും അങ്ങനെ തന്നെയാ, സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കൂ ആ പെണ്ണ്. ഷീതു പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു. നന്ദ കുഞ്ഞിനെ തിരക്കി അകത്തേക്ക് കയറി. അപ്പുക്കുട്ടാ, അവൾ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടായിരുന്നു അകത്തേക്ക് കയറി ചെന്നത്. എന്നാൽ കുഞ്ഞിനെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല. അപ്പു നീ എവിടെ പോയി? കുഞ്ഞിനെ കാണാഞ്ഞതും അവൾ വീണ്ടും ചോദിച്ചു. പെട്ടെന്നാണ് ആരോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചത്. അവൾ ഞെട്ടിക്കൊണ്ട് തൻ്റെ മറു സൈഡിലേക്ക് നോക്കിയതും അവൻ അവളെ ഒരു റൂമിൻ്റെ അകത്തേക്ക് വലിച്ചിട്ട് ഭിത്തിയോട് ചേർത്തിരുന്നു. ആ റൂമിലേക്ക് നോക്കിയപ്പോഴുണ്ട് കട്ടിലിരുന്ന് കളിക്കുന്നുണ്ട് അപ്പു. കുഞ്ഞിനെ അവിടെ കണ്ടതും അവൾ പിന്നെ ദേഷ്യത്തോടെ നോക്കിയത് തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെയാണ്. അവനൊരു ടീഷർട്ടും ട്രാക്ക് സ്യൂട്ട് പാൻറ്റുമായിരുന്നു വേഷം. എന്തിനാടി പെണ്ണെ ഇങ്ങനെ കിടന്ന് അലറിക്കൂവുന്നത്? ഈ തൊണ്ട പൊട്ടിപ്പോയാൽ പിന്നെ സൗണ്ട് കേൾക്കാൻ ഒട്ടും രസം ഉണ്ടാവില്ല. ചിലാന്ന് നിൽക്കുന്ന നിന്റെ സൗണ്ട് കേൾക്കാനാ എനിക്കിഷ്ടം. അതില്ലാതായിപ്പോയാ പിന്നെ കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ലേ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. രസവും വേണ്ട സാമ്പാറും വേണ്ട, അങ്ങോട്ട് മാറി നിന്നെ. തള്ളിക്കറിയത് എങ്ങോട്ടാ വരുന്നത്? അടുത്തേക്ക് വന്ന് സംസാരിക്കുന്ന ആകാശിന്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് നന്ദ അവനോട് പറഞ്ഞു. അത് കേട്ടതും ആകാശ് അവളവന്റെ നെഞ്ചിൽ വെച്ചിരിക്കുന്ന അവളുടെ കൈയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എൻ്റെ പൊട്ടിത്തെറിക്ക് ദേഷ്യം വരുന്നുണ്ടോ? അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് ചോദിച്ചു. അത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നെഞ്ചിൽ വെച്ചിരുന്ന അവളുടെ കൈ പതിയെ എടുത്ത ശേഷം അത് അവളുടെ പുറകിലേക്ക് വെച്ചു പിടിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തിയിരുന്നു ആകാശ്. അവളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറാനാവുന്നത് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ കരുത്തിൻ്റെ മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നില്ല. എന്തിനാടി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? എൻ്റെ പൊട്ടിത്തെറിയോട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്? അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തെ തൊടാൻ സംസാരിക്കുക. എന്താ അതിനുള്ള ധൈര്യം നിനക്കില്ലേ? അവൾ പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചു. അവളങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അവൻ അവളെ നോക്കി ചിരിച്ചു. എടി പൊട്ടിത്തെറി, നിന്റെ ശരീരത്തിൽ തൊടാതെ നിന്നോട് സംസാരിക്കാനൊന്നും എനിക്ക് ഒരു പേടിയില്ല. പിന്നെ നീ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്. അവൻ അവളുടെ മാറിലേക്ക് നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴും അവൻ്റെ നെഞ്ചിൽ അമർന്ന് നിൽക്കുകയായിരുന്നു അവൾ. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വയ്ക്കും. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഓ, ദേഷ്യം വരുമ്പോൾ എൻ്റെ പൊട്ടിത്തെറിയുടെ മുഖം കാണാൻ എന്ത് ചേലാന്നറിയോ? എനിക്ക് കടിച്ചു പറിച്ച് തിന്നാൻ തോന്നും. അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അങ്ങനെയൊക്കെ തൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും നന്ദയുടെ ഹൃദയമിടിപ്പ് കൂടി. അവളുടെ ശരീരം മുഴുവൻ തണുത്ത് വിയർക്കുന്നുണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ ബഹളം വയ്ക്കും. എന്നെ വിടാനാ പറഞ്ഞത്. ഞാൻ ബഹളം വെച്ചാൽ നിൻ്റെ ചേച്ചിയുടെ മുന്നിൽ നീ നാണം കെടും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിനക്കറിയാലോ? അവൾ വാശിയോടെ അവനെ നോക്കി പറഞ്ഞു. എന്ത് ചന്താ പെണ്ണെ കാണാൻ. അവൾ പറയുന്നതൊന്നും തന്നെ താൻ കേട്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കിക്കൊണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു. നന്ദേ. പെട്ടെന്നാണ് ഷീതുവിൻ്റെ വിളി കേട്ടത്. അത് കേട്ടതും അവരിരുവരും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. ആ ചേച്ചി ദാ വരുന്നു, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മാറി നിൽക്കങ്ങോട്ട്. അവൻ്റെ നെഞ്ചിൽ പിടിച്ച് അവനെ പുറകിലേക്ക് തള്ളി. പിന്നെ കട്ടിലിരുന്ന കളിക്കുകയായിരുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ അവിടെ നിന്നും പോയിരുന്നു. അവൾ പോകുന്നത് നോക്കി വാതിലിൽ ചാരി നിന്ന് അവനൊന്ന് പുഞ്ചിരിച്ചു.